ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ മാസം അപ്ലോഡ് ചെയ്ത അപ്കമിങ് വീഡിയോ, അതായത് ഈ മാസം വരാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ച് കഴിഞ്ഞ മാസം അപ്ലോഡ് ചെയ്ത വീഡിയോന് നിങ്ങളുടെ സൈഡിൽ നിന്ന് അടിപൊളി റെസ്പോൺസ് ആണ് കിട്ടിയത്. സോ ഞാൻ വീണ്ടും വ്യൂസ് വാരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാംസങ്, മോട്ടറോള, റിയൽമി, ഐക്യു, നത്തിങ്, ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. എല്ലാം ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോ. റിയൽമിയിൽ ഉണ്ടായിരുന്ന ബാധ ഇപ്പം മോട്ടറോളയിൽ കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം 30,000 റുപ്പീസിന്റെ താഴെ ചറവറ ഫോൺസ് ആണ് മോട്ടറോള ഇറക്കുന്നത്. ആ ഒരു എഡ്ജ് സീരീസ് അറിയാലോ. സോ എഡ്ജ് 60 ഫ്യൂഷൻ വന്നു, എഡ്ജ് 60 സ്റ്റൈലസ് വന്നു, ഇനിയും ഒരുപാട് വരാനിരിക്കുന്നു. എന്നാൽ അടുത്ത മാസം വരാൻ പോകുന്നത് എഡ്ജ് 60 പ്രോ. ആക്ച്വലി അടുത്ത മാസമല്ല കേട്ടോ, ഈ മാസം തന്നെ ഏപ്രിൽ 30 ഇതിന്റെ ലോഞ്ച്, അതായത് അടുത്ത ആഴ്ചയാണ് ലോഞ്ച്. സോ കഴിഞ്ഞ വർഷം വന്ന H50 Pro നല്ലൊരു ഓൾറൗണ്ട് സെറ്റപ്പ് ഉള്ള ഫോണായിരുന്നു. പക്ഷേ അതിൽ LPDDR4X, RAM, UFS 2.2 സ്റ്റോറേജ്, സ്നാപ്ഡ്രാഗൺ 7 Gen 3 ചിപ്സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മോട്ടറോള പവർ കൊണ്ടുവരാൻ പോവാണ്. MediaTekന്റെ പവർഫുൾ Dimensity 8350 ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജ് ഒക്കെ ഉണ്ടാവും. കൂടെ 144 Hz ക്വാഡ് കർവ്ഡ് TOLED ഡിസ്പ്ലേ, 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. സോ കഴിഞ്ഞ വർഷം 3x ടെലിഫോട്ടോ ഉണ്ടായിരുന്നു, ഇത്തവണ ഉണ്ടാവും. എന്നാൽ ഇത്തവണ അൾട്രാ വൈഡ് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പുതിയ മോട്ടോ AI ബട്ടൺ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നമ്മൾ നത്തിങ്ങിന്റെ ഫോണിൽ കണ്ടിരുന്നല്ലോ, 3Lലും 3A പ്രോയിലും ആ ഒരു എസെൻഷ്യൽ കീ. അതുപോലെ തന്നെ മോട്ടോ AIക്ക് വേണ്ടിയുള്ള പ്രത്യേക ബട്ടൺ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫോണിൽ 6000 mAh ബാറ്ററി, 90 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 30,000 റുപ്പീസിന്റെ താഴെ വരും. 29,990 ഓഫർ പ്രൈസിലായിരിക്കും സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. സോ H50 Pro വെച്ച് നോക്കുമ്പോൾ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വലിയൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ഫോണിന്റെ ബാക്ക് കവർ മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന നത്തിങ് CMF ഫോൺ 1 ഉണ്ടായിരുന്നല്ലോ, അതിന്റെ നെക്സ്റ്റ് പതിപ്പായ നത്തിങ് CMF ഫോൺ 2 പ്രോ ആണ്. സോ 2 ഇവിടെ പോയെന്ന് അറിയില്ല, ചിലപ്പോൾ വരുമായിരിക്കും. എന്തായാലും ഇതും അടുത്ത ആഴ്ചയാണ് വരാൻ പോകുന്നത്, ഏപ്രിൽ 28 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാം. MediaTekന്റെ Dimensity 7300 Pro ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അതിൽ 2x ടെലിഫോട്ടോ ക്യാമറ ഉണ്ടാവും, അതും 50 മെഗാപിക്സൽ. ദാറ്റ് ഇസ് നൈസ് ആക്ച്വലി. ഈ പ്രൈസ് റേഞ്ചിൽ 20,000 റുപ്പീസിന് താഴെ വരുമായിരിക്കും. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ടെലിഫോട്ടോ ക്യാമറ കിട്ടാൻ പോവാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ട നത്തിങ് ഫോൺ 3A ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിലുള്ള എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പ് ആണ് നമുക്ക് ഇവിടെയും കിട്ടാൻ പോകുന്നത്. കൂടെ 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇത്തവണ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് നത്തിങ് തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. വലിയ പെട്ടിയായിരിക്കും വരുന്നത്, അതായത് ബോക്സിൽ ചാർജറും ഉണ്ടാവും. സോ ഐ തിങ്ക് നത്തിങ് അത് മനസ്സിലായി. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ചാർജർ എടുത്ത് മാറ്റുമ്പോൾ സെയിൽസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബാക്കി മിക്ക എല്ലാ കമ്പനികളും, സാംസങ് ഇപ്പോഴും തരുന്നില്ല, ബാക്കി എല്ലാ കമ്പനികളും ബോക്സിൽ ചാർജർ ഇട്ട് തരുന്നുണ്ട്. സോ ഇത്തവണ നത്തിങ് ബോക്സിൽ ചാർജർ ഇട്ട് തരും. അതിന്റെ കൂടെ തന്നെ ട്രാൻസ്പെറന്റ് TPU കേസും ഉണ്ടാവും. സോ ഡബിൾ തംസ് അപ്പ്. അതിനോടൊപ്പം തന്നെ ഫോൺ 3Lലും 3A പ്രോയിലും കണ്ട ഒരു എസെൻഷ്യൽ ബട്ടൺ ഉണ്ടല്ലോ, ആ എസെൻഷ്യൽ ബട്ടൺ ഇവിടെ ഉണ്ടാവും. 18,000 19,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും വരുന്നത്. സോ ഈ രണ്ട് ഫോണുകൾ ഈ മാസം വരാൻ പോകുന്നത്, അതായത് ലാസ്റ്റ് വീക്കിൽ വരാൻ പോകുന്ന ഫോൺസ് ആയിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് മെയിൽ വരാൻ പോകുന്ന ഫോൺസ് നോക്കാം. ഫസ്റ്റ് ആണ്, അല്ലെങ്കിൽ തേർഡ്, മെയിൽ വരാൻ പോകുന്ന ഫസ്റ്റ് ഫോണാണ് മോട്ടറോള Razr 60 സീരീസ്. സോ ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് ഫോൺസ് ഉണ്ടാവും. Razr 60 അൾട്രയിൽ 7 ഇഞ്ച് സൈസ് ഉള്ള ഡിസ്പ്ലേ, അത് നമ്മളത് ഓപ്പൺ ചെയ്യും. അറിയാലോ, Razr സീരീസ് ആ ഒരു ഫ്ലിപ്പ് സീരീസ് ആണ്, ഫ്ലിപ്പ് ഫോൺ. സോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 7 ഇഞ്ചുള്ള ഡിസ്പ്ലേ ആയിരിക്കും. സോ ഫോണിന്റെ സൈസ് സെയിം ആയിരിക്കും, പക്ഷേ ബെസൽസിന്റെ സൈസ് കുറച്ചിട്ടായിരിക്കും ഈ 7 ഇഞ്ച് ഡിസ്പ്ലേ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി വെരി നൈസ് ആക്ച്വലി, ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആയിരിക്കും തീർച്ചയായിട്ടും. ഫ്ലാഗ്ഷിപ്പ് ലെവൽ Qualcomm Snapdragon 8 Elite ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 4700 mAh ബാറ്ററി, 68 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, 30 വാട്ടിന് വയർലെസ് ചാർജിങ്. പിന്നെ നമ്മൾ ആ എഡ്ജ് 60 പ്രോയിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബട്ടൺ, AI ബട്ടൺ, മോട്ടോ AI ബട്ടൺ, അത് ഇവിടെ ഉണ്ടാവും. ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല, മിക്കവാറും May 3rd വീക്ക് അല്ലെങ്കിൽ 4th വീക്ക് ആയിരിക്കും. 1 lakh rupees, 1,00,000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് താഴെയുള്ള പ്രൈസിലായിരിക്കും വരുന്നത്. കാരണം ഇതൊരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫ്ലിപ്പ് ഫോണാണ്. എന്നാൽ കുറച്ചും കൂടി കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഫ്ലിപ്പ് ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സീരീസിൽ തന്നെ Razr 60 ഉണ്ടാവും. അവിടെ എനിക്ക് തോന്നുന്നു MediaTekന്റെ Dimensity 7400X ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. അത് 50,000 55,000 ആ പ്രൈസ് റേഞ്ചിലായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു എന്ന് കരുതി നിങ്ങൾ ഇനി അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഈ പറഞ്ഞ ഫോണുകളുടെ അൺബോക്സിംഗ് റിവ്യൂക്ക് മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഫോണാണ് ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Neo 10. അതായത് നമ്മൾ ഈ അടുത്തിടെ കണ്ട ഐക്യു Neo 10R ഉണ്ടല്ലോ, അതിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയും, മൂത്തല്ലോ, അതിൻ്റെ വലിയേട്ടനാണ് ഈ ബേസിക്കലി ഐക്യു Neo 10. ഐക്യു എന്ന ബ്രാൻഡ് അറിയാലോ, നല്ല കുറഞ്ഞ പ്രൈസിൽ കിടിലൻ പെർഫോമൻസും അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ്, അതായത് ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് തരുന്ന ഒരു കമ്പനിയാണ് ഐക്യു. ഈ ഫോണും അങ്ങനെ തന്നെ ആയിരിക്കും. 6.78 ഇഞ്ച് സൈസുള്ള 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LTPO ഡിസ്പ്ലേ. ചിപ്സെറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചിലർ പറയുന്നത് Dimensity 9400 ചിപ്സെറ്റ് ആയിരിക്കും, ചിലർ പറയുന്നത് Snapdragon 8 Gen 3 ആയിരിക്കും എന്നാണ്. എന്നാൽ കൂടെ വരുന്നത് LPDDR5X RAM UFS 4.1 സ്റ്റോറേജ്
സ്റ്റോറേജ് ആയിരിക്കും, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 6100 mAh ബാറ്ററി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 30,000 റുപ്പീസ് ആയിരിക്കും. മെയ് ലാസ്റ്റോട് കൂടി, അതായത് മെയ് ലാസ്റ്റ് വീക്ക് ആയിരിക്കും ഇതിന്റെ ലോഞ്ച് ടൈം. കോമ്പാക്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അതായത് കയ്യിൽ ഒതുങ്ങുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങാൻ നോക്കുന്നവർക്ക് വേണ്ടി നല്ലൊരു ഫോൺ അടുത്ത മാസം വരുന്നുണ്ട്. അതാണ് OnePlusന്റെ 13T. 6.32 ഇഞ്ച് സൈസുള്ള ഡിസ്പ്ലേ ആയിരിക്കും, 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും, 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആയിരിക്കും, Qualcomm Snapdragon 8 Elite ചിപ്സെറ്റ് കാണും, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ. എന്നാൽ ആ രണ്ടാമത്തെ ക്യാമറ ഉണ്ടല്ലോ, അത് അൾട്രാവൈഡ് അല്ല, ടെലിഫോട്ടോ ആണ്. 2 ക്യാമറ ഉള്ളൂ എങ്കിൽ നിങ്ങൾ മെയിൻ ക്യാമറ ആൻഡ് അൾട്രാവൈഡ് ആണ് പ്രിഫർ ചെയ്യാൻ പോകുന്നത്, അതോ മെയിൻ ക്യാമറ ആൻഡ് ടെലിഫോട്ടോ ആണ് പ്രിഫർ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ്? 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആൻഡ് ഇത്തവണ അലേർട്ട് സ്ലൈഡറിന് പകരം ആക്ഷൻ ബട്ടൺ ആണ് വരാൻ പോകുന്നത്. സോ RIP അലേർട്ട് സ്ലൈഡർ. 6260 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ പ്രൈസ് 55,000 60,000. പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉള്ള ഫോണാണ്. സോ 60,000 രൂപയുടെ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളൊരു കയ്യിൽ ഒതുങ്ങുന്ന, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മിനി അല്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് കോമ്പാക്ട്, നല്ലൊരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിരിക്കും OnePlus 13T. റിയൽമിയുടെ GT സീരീസ്, അതായത് പവർഫുൾ സീരീസ് ആയ GT സീരീസിന്റെ ഭാഗമായിട്ട് റിയൽമി GT7 നെക്സ്റ്റ് മന്ത് വരും. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 9400+ ചിപ്സെറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടിൽ വരുന്നത് 9300+ ചിപ്സെറ്റ് ആണ്. സോ കറക്റ്റ് അറിയില്ല, 9400+ ആവാനാണ് സാധ്യത. 6.8 ഇഞ്ച് സൈസുള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 144 Hz LTPO AMOLED ഡിസ്പ്ലേ, 200 മെഗാ പിക്സലിന്റെ ക്യാമറ സെറ്റപ്പ്, 7200 mAh ഗജ M1 ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഐ തിങ്ക് ഇതിന്റെ പ്രൈസിങ് അഗ്രസീവ്ലി ആയിരിക്കും പ്രൈസ് ചെയ്യുന്നത്. 50,000 റുപ്പീസിന്റെ 45,000 50,000 റുപ്പീസിന്റെ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും വരുന്നത്. ഇനി നമുക്ക് സാംസങ്ങിന്റെ 2 ഫോൺസ് നോക്കാം. ഒരു ഫോൺ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും, അത് ഞാൻ ആക്ച്വലി കഴിഞ്ഞ അപ്കമിങ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഫോണാണ്. പക്ഷേ അത് എന്തോ ഇന്റർണൽ പ്രോബ്ലം കാരണം ഈ മാസം വന്നില്ല, നെക്സ്റ്റ് മാസം ഉറപ്പായിട്ട് വരും. അതാണ് സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി S25 എഡ്ജ്. അതായത് 5.84 mm തിക്നെസ് ഉള്ളത്, ഭയങ്കര സ്ലിം, വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് അല്ലെങ്കിൽ ദി സ്ലിമ്മസ്റ്റ് സാംസങ് ഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ആയിരിക്കും. അത് 166 ഗ്രാം ആണ് വെയിറ്റ്. പിന്നെ ഗ്ലാസിന്റെ ബിൽഡ് കാണും, മെറ്റൽ ഫ്രെയിം ഉണ്ട്, സാംസങ്ങിന്റെ 120 Hz AMOLED ഡിസ്പ്ലേ, ഏറ്റവും പവർഫുൾ 8 Elite ചിപ്സെറ്റ്, 4000 mAh ബാറ്ററി ആയിരിക്കും. സോ ബാറ്ററി ലേശം കുറവാണ്. ലെറ്റ്സ് സീ, വരട്ടെ, അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടെന്ന്. 200 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും. പ്രൈസ് അറിയാലോ, സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉള്ള ഒരു ഫോണാണ്. സോ 1 lakh rupees ഒക്കെ ആയിരിക്കും ഇതിന്റെ പ്രൈസ്. സാംസങ്ങിന്റെ രണ്ടാമത്തെ ഫോൺ നമ്മൾ ആക്ച്വലി ഓൾറെഡി കണ്ട ഒരു ഫോണാണ്, അതാണ് സാംസങ് ഗാലക്സി F56. നമ്മൾ ഇപ്പോൾ ഈ അടുത്തിടെ കണ്ട M56 ഉണ്ടല്ലോ, അതിന്റെ റീബ്രാൻഡ് ആയിരിക്കും F56. സോ ഈ M സീരീസ് വരുന്നത് ആമസോണിലാണെങ്കിൽ F സീരീസ് വരുന്നത് ഫ്ലിപ്കാർട്ടിലായിരിക്കും. ഞാൻ ആക്ച്വലി ഈ M56ന്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അതായത് സ്പെസിഫിക്കേഷൻസോ അല്ലെങ്കിൽ ആ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. സെയിം ഫോണാണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ഫോണാണ് OnePlus Nord CE5. സോ CE4ന്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫോണായിരുന്നു, ഒരു ഓൾറൗണ്ട് സെറ്റപ്പ് ഉള്ള ഒരു ഡീസന്റ് ഫോണായിരുന്നു. എന്നാൽ ഇത്തവണ വരാൻ പോകുന്ന Nord CE5ൽ 120 Hz ഫുൾ HD+ OLED ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിലെ സോണി LYT സെൻസർ ഉണ്ടാവും. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8350 ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് നമ്മൾ ഓൾറെഡി റിയൽമി P3 അൾട്രയിൽ കണ്ട സെയിം ചിപ്സെറ്റ് ആണ്. 7100 mAh ഗജ M1 ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. ഓഫറൊക്കെ ചേർത്ത് ഈ ഒരു ഫോണിന്റെ പ്രൈസ് 25,000 26,000 രൂപയായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ 30,000 റുപ്പീസിന്റെ താഴെ നല്ലൊരു ഒരു OnePlus ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് വിൽ ബി എ വെരി ഗുഡ് ഓപ്ഷൻ. വാല്യൂ ഫോർ മണി പവർഫുൾ ഗെയിമിംഗ് ഫോൺസ് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ് പോക്കോ, അറിയാലോ. സോ പോക്കോയുടെ F സീരീസിന്റെ ഭാഗമായിട്ട് പോക്കോ F7 നെക്സ്റ്റ് മന്ത് വരും. കിഡിലൻ സ്പെസിഫിക്കേഷൻസ് ആണ്. 1.5K റെസൊല്യൂഷൻ ഉള്ള AMOLED ഡിസ്പ്ലേ, വളരെ സ്ലിം ബെസൽസോട് കൂടിയായിരിക്കും വരുന്നത്. Qualcomm Snapdragon 8S Gen 4 ചിപ്സെറ്റ്. ആക്ച്വലി ഷവോമി ചൈനയിൽ ലോഞ്ച് ചെയ്ത Redmi Turbo 4 Pro ഉണ്ടല്ലോ, യെസ്, Redmi Turbo 4 Pro, അതിന്റെ റീബ്രാൻഡ് ആയിരിക്കും ഈ പോക്കോ F7. സോ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഓൾറെഡി ഔട്ട് ആണ്. 7550 mAh, എന്തായത് എല്ലാം 7000 ആണല്ലോ. ഇപ്പൊ ഇനി എല്ലാം ഗജ M1 ബാറ്ററിയാണ് ഇനി അങ്ങോട്ട്. 7550 mAh ബാറ്ററി, 90 വാട്ടിന്റെ ചാർജിങ്, 50 മെഗാ പിക്സലിന്റെ ക്യാമറ സെറ്റപ്പ്, 200 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. പോക്കോ ആണ് നല്ല അഗ്രസീവ് പ്രൈസിംഗിലായിരിക്കും വരുന്നത്. ഈ പോക്കോ F7ഉം നമ്മുടെ iQOO Neo 10ഉം ഭയങ്കര ഫൈറ്റ് ആയിരിക്കും തമ്മിൽ, 30,000 പ്രൈസ് റേഞ്ചിൽ. പക്ഷേ പോക്കോ ചിലപ്പോൾ ഞെട്ടിച്ച് കളയും, 25,000 റുപ്പീസ് താഴെയൊക്കെ അങ്ങ് ഇറക്കി കളയും. കഴിഞ്ഞ വർഷം വന്ന F6 ഓർമ്മയുണ്ടല്ലോ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യട്ടെ. അതുകൊണ്ട് ഗുണം നമുക്ക് മാത്രമാണ്, അല്ലേ, നമുക്ക് കുറഞ്ഞ പ്രൈസിൽ നല്ല കിഡ്ലൻ ഫോൺസ് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.